അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് HTML ഫാവ് ഐക്കൺ എന്നാണ്. ഫാവ് ഐക്കൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടാബിൽ ഇവിടെ ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഐക്കൺ കാണുന്നില്ലേ, അതിനാണ് ഫാവ് ഐക്കൺ എന്ന് പറയുന്നത്. നമുക്ക് ഫാവ് ഐക്കൺ നമുക്ക് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് എലമെൻറ്റിനകത്ത് നമ്മൾ ഈ ലിങ്ക് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ആ ലിങ്കിൻ്റെ എലമെൻറ്റിൽ REL എന്ന് പറയുന്നത് ഐക്കൺ എന്ന് പറഞ്ഞു കൊടുത്തു. ടൈപ്പ് എന്ന് പറഞ്ഞാൽ image/x ഐക്കൺ എന്നാണ്. എക്സ് ഐക്കൺ എന്ന് പറഞ്ഞാൽ ഫാവ് ഐക്കണിനെയാണ് നമ്മൾ ഇതിൽ ടൈപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ റെഫറൻസ് കൊടുക്കുക. അതായത് നമ്മൾ ലിങ്ക് ആണെങ്കിൽ ലിങ്ക്, അല്ലെങ്കിൽ നമ്മൾ ഐക്കണിൻ്റെ പാത്ത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഐക്കണ് ക്രിയേറ്റ് ചെയ്ത് വരും. ഓക്കെ, സോ അതാണ് ഫാവ് ഐക്കണിൻ്റെ യൂസ് എന്ന് പറയണം. ഇനി അടുത്ത പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ടാബിൻ്റെ ടൈറ്റിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ടാബിൻ്റെ എന്താണോ ടൈറ്റിൽ ഇരിക്കുന്നത് അതിനാണ് നമ്മൾ പേജ് ടൈറ്റിൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ എന്ന് പറഞ്ഞ എലമെൻ്റ് ആണ്. അത് നമ്മൾ ഹെഡ് എലമെൻറ്റിനകത്താണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ മേളിലത്തെ ടാബിനകത്ത് നമ്മളുടെ ടൈറ്റിൽ എന്താണോ ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ HTML ടേബിൾസ് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. HTML ടേബിൾസ് വളരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടേബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടേബിൾസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു സാമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, 3 കോളമുണ്ട്, കമ്പനി, കോണ്ടാക്ട്, കൺട്രി. അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ, ടേബിളിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രൈ യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടേബിൾ എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ എലമെൻറ്റ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റിനകത്ത് നമ്മൾ TR എന്ന് പറയുന്നത് ടേബിൾ റോ ആണ്. അതിൻ്റെ അകത്ത് ടേബിൾ ഹെഡർ. ഓക്കെ, ഈ ഹെഡറിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ TH എലമെൻറ്റിനകത്താണ്, അതിനകത്താണ് നമ്മളെ ഹെഡറിൻ്റെ വാല്യൂ കൊടുക്കുന്നത്, ടേബിൾ ഹെഡർ. ഓക്കെ, അതൊരു ഫസ്റ്റ് റോ. സെക്കൻഡ് റോ എന്ന് പറയുന്നത് TR ആണ്, നമ്മൾ ടേബിൾ റോ എന്ന് പറഞ്ഞാൽ. ഈ ടേബിൾ റോയിൻ്റെ അകത്ത് നമ്മൾ കണ്ടന്റ് ആഡ് ചെയ്യും. ഓക്കെ, ഹെഡർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് നമ്മൾ ടേബിൾ ഡേറ്റ കൊടുക്കും. ഓക്കെ, ടേബിൾ റോയിൻ്റെ അകത്ത് നമുക്ക് 3 കോളം ആണല്ലോ ഉള്ളത്. അപ്പോൾ ഈ 3 കോളം ആയതുകൊണ്ട് നമ്മൾ 3 TD ടേബിൾ ഡേറ്റ 3 വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ ഒരു റോയ്ക്കകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് റോ, അത് ഈ സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് റോ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ ടേബിൾ റോ വെച്ചിട്ടാണ് ഇവിടെ ട്രൈ ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടേബിൾ റോ എന്ന് പറയുന്നത് ഇവിടെ 3 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് ടേബിൾ റോ എന്ന് പറയുന്നത് കോളമും ബാക്കിയെല്ലാം ടേബിൾ ഡേറ്റയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു കസ്റ്റം സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടേബിളിൻ്റെ വിഡ്ത്ത് നമ്മൾ 100% കൊടുക്കണം. 100% എന്ന് പറഞ്ഞാൽ അതായത് ഫുൾ സ്ക്രീന് നിൽക്കാൻ വേണ്ടി. ഓക്കെ, ഈ ടേബിൾ ഫുൾ വിഡ്ത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ 100% കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 50 കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി. ഓക്കെ, ഈ മൊത്തം വിഡ്ത്തിൻ്റെ പകുതിയാണ് നമ്മൾ വിഡ്ത്ത് 50% കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അല്ലാതെ ഒരു കസ്റ്റം സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്, ടേബിൾ TD. ഓക്കെ, അതായത് ടേബിളിനും ഹെഡറിനും ടേബിൾ ഡേറ്റയ്ക്ക് ഒരു ബോർഡർ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. സോ ഇതൊരു ബോർഡറാണ്. ഓക്കെ, ആ ബോർഡറാണ് ഇവിടെ സ്റ്റൈലായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു സാമ്പിളാണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടേബിൾ സെൽസ്. ഓക്കെ, ഈ TD എന്ന് പറയുന്നതിനാണ് ടേബിൾ സെൽസ്. അതായത് ഈ കമ്പനി, കോണ്ടാക്ട്, കൺട്രി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ സെല്ലാണ്. ഓക്കെ, അപ്പോൾ ആ സെല്ലിന് വേണ്ടി നമ്മൾ എന്താ ടേബിൾ റോയ്ക്കകത്ത് നമ്മൾ സെല്ല് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ടേബിൾ റോസ് എന്ന് പറയുന്നത് TR ആണ് എലമെൻറ്റ്. ഇപ്പോൾ TRൻ്റെ അകത്താണ് നമ്മൾ ഓരോ ടേബിൾ റോസ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ടേബിൾ റോയിൻ്റെ അകത്താണ് നമ്മുടെ കണ്ടന്റ്, നമ്മുടെ സെൽസ് ആഡ് ചെയ്യുന്നത് TD ആണ്. ഓക്കെ, ഇമെയിൽ എന്ന് പറയുന്നത് ഒരു സെല്ല്, സെക്കൻഡ് സെല്ല് എന്ന് പറയുന്നത് ടോബിയാസ്, തേർഡ് സെല്ല് എന്ന് പറഞ്ഞാൽ ലൈനസ്, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ടേബിൾ ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കോളമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ,
ഇതിനാണ് നമ്മളെ ഹെഡേഴ്സ് എന്ന് പറയുന്നത്. ആ ഹെഡറിനെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടേബിളായിരിക്കും കാണുന്നത്. ഇതാണ് നമ്മുടെ ടേബിൾ ഹെഡർ എന്ന് പറയുന്നത്. ഈ ടേബിൾ ഹെഡറിൻ്റെ ഡീഫോൾട്ട് ടെക്സ്റ്റ് ആക്ച്വലി ഇതായിരിക്കും, ബോൾഡ് ആയിരിക്കും. ഓക്കെ, ഫോണ്ട് ബോൾഡ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നില്ല, ബ്ലാക്ക്, അതിനാണ് ബോൾഡ് ആയിരിക്കും. അപ്പോൾ ഈ ബോൾഡ് ഇത് ഇൻലൈൻ സ്റ്റൈലാണ്, അതായത് ഓട്ടോമാറ്റിക്കലി ഹെഡറിൻ്റെ സ്റ്റൈലാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ ടേബിൾ ഡ്രോയിന് നമ്മൾ ഓരോ ടേബിൾ ഡേറ്റ പറഞ്ഞു കൊടുക്കും. പിന്നെ ടേബിൾ ടാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയും സാധനങ്ങളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേബിൾ, TH, TR, TD, ഈ 4 സാധനങ്ങളായിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഹെഡും യൂസ് ചെയ്യും, അതായത് ഒരു ഹെഡർ കണ്ടന്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെഡും യൂസ് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ ടേബിൾ TR ഇല്ലേ, ഈ TR മാറ്റി നമുക്ക് ടേബിൾ ഹെഡ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ബോഡിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഹെഡ്, ബോഡി, പിന്നെ ബാക്കി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ HTML ടേബിൾ ടാഗ്സും യൂസ് ചെയ്യുന്നത്. ക്യാപ്ഷൻ കോൾ ഗ്രൂപ്പ് വളരെ റെയറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് HTML ബോർഡേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഒരു ബോർഡർ ആഡ് ചെയ്യാൻ പറ്റും, സെല്ലിലും ടേബിളിനും അതുപോലെ തന്നെ ഹെഡറിനും നമുക്കിവിടെ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാം. പിന്നെ കൊളാപ്സ്ഡ് ടേബിൾ ബോർഡേഴ്സ്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു ബോർഡർ കൊടുക്കാം. ഡീഫോൾട്ടായിട്ട് നമുക്ക് ടേബിളിനകത്ത് ചിലപ്പോൾ ബോർഡേഴ്സ് കാണത്തില്ല, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരും, സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ റൺ കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ട് നമ്മുടെ ടേബിളിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബോർഡേഴ്സ് ഒന്നും കാണത്തില്ല. സോ ബോർഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ കസ്റ്റമായിട്ട് സ്റ്റൈൽ കൊടുക്കണം. ഓക്കെ, ഇവിടെ ബോർഡർ 1 px സോളിഡ് ബ്ലാക്ക്, ബോർഡർ കൊളാപ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈൽ ബോർഡേഴ്സ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. സോ ഇത്രയും നിങ്ങൾക്ക് ഇത് റെഫറൻസ് ചെയ്യാം. ഓക്കെ, റെഫറൻസ് എടുക്കാം. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഈ ഒരു കൊളാപ്സ്ഡ് ടേബിൾ ബോർഡേഴ്സ് ആയിരിക്കും. കാരണം നമ്മൾ അതിനു വേണ്ടിയാണല്ലോ ഈ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൊളാപ്സ്ഡ് ടേബിൾ ബോർഡേഴ്സ് ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്. പിന്നെ ബാക്കി ഇതിൻ്റെ സ്റ്റൈൽ വെച്ച് ഡിഫറെൻറ്റ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത ടേബിൾ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ടേബിളിന് നമുക്ക് കോളമിന് സൈസ് കൊടുക്കാം, റോയ്ക്ക് സൈസ് കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ എൻ്റെ ടേബിളിന് സൈസ് കൊടുക്കാം. പക്ഷെ സൈസ് കൊടുക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ടേബിളിൻ്റെ സ്റ്റൈൽ വിഡ്ത്ത് 100% ആണെങ്കിൽ ഈ ടേബിൾ മൊത്തം, അതായത് ഈ ബ്രൗസറിലെ മൊത്തം വിഡ്ത്തിൽ വന്ന് സെറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇവിടെ മൊത്തം അങ്ങ് സെറ്റ് ചെയ്തിരിക്കും ടേബിൾ വിഡ്ത്ത്. ഇപ്പം ഞാനിവിടെ 10% ആണ് കൊടുക്കുന്നെങ്കിൽ അടാ ഇതിൻ്റെ വിഡ്ത്ത് അങ്ങ് കുറഞ്ഞു, ടേബിളിൻ്റെ വിഡ്ത്ത് മൊത്തത്തിൽ കുറഞ്ഞ് 10% നിൽക്കുന്നുള്ളൂ. 100% കൊടുത്താൽ ഇത് മൊത്തത്തിൽ അങ്ങ് നിൽക്കും. ഓക്കെ, ഈ മൊത്തം വിൻഡോയിൽ വന്ന് നിൽക്കും. പിന്നെ നമുക്ക് ടേബിൾ കോളം വിഡ്ത്ത് എന്ന് പറഞ്ഞു കൊടുക്കാം. ടേബിൾ കോളം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓരോ ഹെഡറിനും നമുക്കിവിടെ സ്റ്റൈൽ വിഡ്ത്ത് 70% കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹെഡറിന് നമ്മൾ 70% കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു ഹെഡറിൽ മൊത്തത്തിൽ ഒരു ഹെഡറോ അല്ലെങ്കിൽ ഒരു TDക്ക് വിഡ്ത്ത് കൂടുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോളംസിനും വിഡ്ത്തും അതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ടേബിൾ ഹെഡറിന് മാത്രമേ ഇവിടെ വിഡ്ത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വിഡ്ത്ത് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെല്ല് ഏതൊക്കെ വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ എല്ലാത്തിലും ഈ സ്റ്റൈൽ അപ്ലൈ ആകും. ഓക്കെ, ഒരെണ്ണം മാത്രം കൊടുത്താൽ മതി. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും അതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വിഡ്ത്ത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ടേബിൾ കോളമിന് നമുക്ക് പ്രത്യേക സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് റോ ഹൈറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. റോ ഹൈറ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് റോ, ഓക്കെ, ഇവിടെ ഇത് ഫസ്റ്റ് റോ ആണ്. സെക്കൻഡ് റോ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സെക്കൻഡ് റോയിൻ്റെ സ്റ്റൈല് ഹൈറ്റ് 200 px, അതായത് ഈ റോയിൻ്റെ ഹൈറ്റ് കൂട്ടി വെച്ചിരിക്കുകയാണ്, 200 പിക്സൽ ആണ് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം നോർമലാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഹൈറ്റ് പറഞ്ഞു കൊടുക്കാം. ഹൈറ്റും വിഡ്ത്തും നമുക്ക് റോയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് നമുക്ക് ടേബിളിൻ്റെ സൈസസ് പറയുന്നത്. സോ ടേബിളിൻ്റെ സൈസസ് നമുക്ക് ടേബിൾസിൽ മാത്രമല്ല ടേബിൾ റോ TRലും വെക്കാം, THലും വെക്കാം, TDയിലും വെക്കാം. ഓക്കെ, സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സസ്
സ്റ്റൈലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ടേബിൾ ഹെഡേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോളത്തിലും അല്ലെങ്കിൽ ഓരോ റോയിലും നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ഹെഡർ എടുത്ത് വയ്ക്കും. അപ്പോൾ അതിന് നമ്മൾ ടേബിൾ ഹെഡർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഫസ്റ്റ് റോയിൽ നമ്മുടെ ടേബിൾ ഹെഡർ ആയിരിക്കും. അതായത് കോളമിൻ്റെ നെയിം കാണുമല്ലോ, അതിനാണ് നമ്മൾ ടേബിൾ ഹെഡർ എന്ന് പറഞ്ഞ് വെക്കുന്നത്. പിന്നെ വെർട്ടിക്കൽ ടേബിൾ ഹെഡർ ഉണ്ട്. വെർട്ടിക്കൽ ടേബിൾ ഹെഡർ എന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സെല്ലെന്ന് പറയുന്നത് ടേബിൾ ഹെഡർ ആയിരിക്കും, ബാക്കിയെല്ലാം ടേബിൾ ഡേറ്റ് ആയിരിക്കും, TD ആയിരിക്കും ബാക്കി എല്ലാത്തിലും. അതുപോലെ തന്നെ ഓരോ റോയിലും ഓരോ ഫസ്റ്റ് സെല്ല്, ഈ TD എന്ന് പറയുന്നത് ഫസ്റ്റ് സെല്ലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സെല്ല് ഓരോ റോയിലും ഫസ്റ്റ് സെല്ല് എന്ന് പറയുന്നത് എന്താ പറയുക, ടേബിൾ ഹെഡറാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ടും ഹെഡർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹൊറിസോണ്ടലും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അലൈൻ ടേബിൾ ഹെഡേഴ്സ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ഫോണ്ട് ഇപ്പോൾ നമ്മളിവിടെ ട്രൈ ഇറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേട്ടോ, ഇവിടെ നമ്മുടെ ടേബിൾ ഹെഡറിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ആക്കിയിരിക്കുന്നത്. അതായത് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റൈല് ടേബിൾ ഹെഡറിന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെൻറ്റർ പിടിച്ചാക്കാം. ഇപ്പോൾ സെൻറ്റർ ആക്കി കഴിഞ്ഞാൽ എല്ലാ കണ്ടന്റും ഇവിടെ സെൻറ്റർ ആയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെല്ലാം സെയിം തന്നെയാണ്. ബാക്കി എല്ലാത്തിലും ഇപ്പോൾ വേണ്ട TD എല്ലാത്തിലും ഡീഫോൾട്ട് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. കണ്ടന്റ് എല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റർ ആക്കാൻ പറ്റും. സെൻറ്റർ ആക്കണമെങ്കിൽ ഇപ്പോൾ TH, TD ആക്കി കഴിഞ്ഞാൽ എല്ലാ ടേബിൾ സെല്ലിലും നമ്മൾ ടെക്സ്റ്റ് അലൈനെ പിടിച്ച് സെൻറ്റർ ആക്കി കഴിഞ്ഞു. ഓക്കെ, ഡീഫോൾട്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റർ ആക്കാൻ പറ്റും ഈ സ്റ്റൈലിംഗ് ഉപയോഗിച്ചിട്ട്. പിന്നെ ഹെഡർ ഫോർ മൾട്ടിപ്പിൾ കോളംസ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എന്ന് പറയുന്നത് ഇത് ഒരൊറ്റ കോളം നെയിമാണ്. അതിനകത്ത് നമുക്ക് രണ്ട് മൾട്ടിപ്പിൾ കോളംസിനകത്ത് ഒരൊറ്റ ഹെഡറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ സ്പാൻ എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ 3 കോളമാണ് ഉള്ളെങ്കിൽ, 3 കോളം ആണെങ്കിൽ നമ്മളിവിടെ കോൾ സ്പാൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ 3 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേജ് എടുത്ത് കളഞ്ഞു. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ കോളംസിൻ്റെ സെയിം ഹെഡർ നെയിം ആയിരിക്കും ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ടേബിൾ ഹെഡറിനകത്താണ് നമ്മൾ കോൾ സ്പാൻ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിലാണ് നമ്മൾ എത്ര ഹെഡറാണ് വെക്കേണ്ടത്. ഇപ്പോൾ 2 എന്ന് പറയുന്നത് 2 കോളമിനെ അടുപ്പിച്ചാണ് ഈ ഒരൊറ്റ ഹെഡറിൽ ആക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ മൾട്ടിപ്പിൾ കോളംസ് വരുമ്പോൾ നമ്മളിവിടെ കോൾ സ്പാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ടേബിൾ ക്യാപ്ഷൻ ഉണ്ട്. ടേബിൾ ക്യാപ്ഷന് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പാഡിങ് ആൻഡ് സ്പേസിങ്. ഓക്കെ, സോ ഇവിടെ പാഡിങ് ആൻഡ് സ്പേസിങ് നിങ്ങൾ ഒരു എക്സാമ്പിൾ കാണുകയാണെങ്കിൽ വിത്ത് പാഡിങ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. വിത്ത് സ്പേസിങ് ആണെങ്കിൽ ഈ ഒരു സെല്ല്, ഇപ്പോൾ ഒരു സെല്ലിന് ഈ ടെക്സ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യിക്കണം. ബാക്കി എല്ലാത്തിലും ഇവിടെ സ്പേസിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെൽ പാഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഓരോ സെല്ലിന് ഒരു പാഡിങ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇപ്പോൾ ഞാൻ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ TH TDക്ക് ഇവിടെ പാഡിങ് 15 px ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലേ ഔട്ട് കണ്ടോ, ലേ ഔട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ കമ്പ്യൂട്ടർ ക്രോമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനൊരു റെക്ടാങ്കിൾ ഗ്രാഫ് കാണാം. ഇവിടെ നമ്മൾ കണ്ടോ പാഡിങ്ങിന് നമ്മൾ ഇവിടെ 15, ഇവിടെ എല്ലായിടത്തും 15 ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് റൈറ്റ് ബോട്ടം ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പാഡിങ് എന്ന് പറഞ്ഞാൽ ഇതിന് സ്പേസിങ് ആണ് കൊടുക്കുന്നത്. ഇപ്പം പാഡിങ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റിൻ്റെ ടോപ്പ് 15 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റിലും അതുപോലെ തന്നെ കണ്ടന്റിൻ്റെ റൈറ്റ് നമ്മൾ സ്പേസ് 15 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഇവിടുത്തെ നമ്മളിങ്ങനെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടോ TH, ഇതാണ് നമ്മുടെ പാഡിങ് എന്ന് പറയുന്നത്. ഈ അതിൻ്റെ ഇടയ്ക്ക് സ്പേസ്, ആ റെക്ടാങ്കിളിൻ്റെ ബോർഡർ വലുതായിരിക്കുന്നത് കണ്ടോ, അതാണ് നമ്മുടെ പാഡിങ്ങിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് സെൽ പാഡിങ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സെല്ലിൻ്റെ സ്പേസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെൽ കണ്ടന്റും അതുപോലെ സെൽ കണ്ടന്റ് അതിൻ്റെ ബോർഡറും തമ്മിൽ നമുക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പാഡിങ് വെച്ചിട്ട്.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സെൽ സ്പേസിംഗ് ഉണ്ട്. സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇതൊരു സെല്ലാണ്. ഓക്കെ, ഈ സെല്ലും നമ്മുടെ ടേബിളിൻ്റെ ബോർഡർ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ബോർഡറിൻ്റെ സ്റ്റൈല് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബോർഡറിൻ്റെ ടേബിളിൻ്റെ പാഡിങ് ആൻഡ് സ്പേസിങ് നമ്മൾ കൊടുക്കും. നമ്മൾ സെൽ പാഡിങ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. സെൽ സ്പേസിങ് അധികം യൂസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സെൽ പാഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കോൾ സ്പാൻ ആൻഡ് റോ സ്പാൻ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ഇതിൽ സെക്ഷനിൽ പറഞ്ഞായിരുന്നു. അതായത് കോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കോളംസിനെ ഒരൊറ്റ ഹെഡറിലാക്കി ചെയ്യുന്നൊരു പരിപാടിയാണ്. ടേബിൾ ഹെഡറിൽ കോൾ സ്പാൻ 2 ആണ്. റോയ്ക്കാണെങ്കിൽ റോ സ്പാൻ എന്ന് പറയും. ഓക്കെ, ഇപ്പം ടേബിൾ ഹെഡർ എന്ന് പറഞ്ഞാൽ റോ സ്പാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഈ 2 റോ ഉണ്ടോ, ഈ 2 റോയിൻ്റെ ഒരു ഒറ്റ റോയിലായിട്ടാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റോ സ്പാനും കോൾ സ്പാനും, അതായത് ഇങ്ങനെയാണ് നമുക്ക് എത്ര റോ വെച്ച് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളംസ് ഒരൊറ്റ ഇതിലാക്കാൻ വേണ്ടി നമ്മൾ കോൾ സ്പാനും റോ സ്പാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ടേബിൾ സ്റ്റൈലിംഗ് ആണ്. ടേബിൾ സ്റ്റൈലിംഗ് നമുക്ക് അറിയാം, ഡീഫോൾട്ടായിട്ട് ബോർഡേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ടേബിൾ മാത്രമായിട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് കളേഴ്സ്, ഇപ്പോൾ ഒരു റോയിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, മറ്റേ റോയിൽ ഒരു ഗ്രേ കളറാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കളറിനെ പറയുന്നതാണ് സീബ്ര സ്ട്രൈപ്സ് എന്ന് പറയണം. ഓക്കെ, സീബ്ര സ്ട്രൈപ്സ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു സ്റ്റൈലായിട്ടുള്ളൊരു ടേബിളാണ്. അതാകുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആണ്. കുറച്ചുകൂടെ നമുക്ക് അതിന് യൂസർ ഫ്രണ്ട്ലി ആകണമെങ്കിൽ നമ്മൾ കുറേ സ്റ്റൈൽസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ സീബ്ര സ്ട്രൈപ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ഡ്രോയിലെ എന്ത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓരോ ചൈൽഡാണ്. ആ ഓരോ ചൈൽഡിൻ്റെ ഈവൻ നമ്പറായിട്ട് എടുക്കും. ഓക്കെ, ഇപ്പോൾ ഈവൻ നമ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ കളർ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഡീഫോൾട്ട് കളറായിരിക്കും. ഈവൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇത് ആദ്യത്തെ 0 ആയിരിക്കും. ഓക്കെ, 0 1 2. സെക്കൻഡ് റോയിലും അവിടെയും ഹൈലൈറ്റ് ചെയ്യുന്നു. 3 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അടുത്ത 4th റോയിലാണെങ്കിൽ ഏതാ ഈ കളറായിരിക്കും, ഈ ബാക്ക്ഗ്രൗണ്ട് കളറായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ സീബ്ര സ്ട്രൈപ്ഡ് ടേബിള് നമ്മൾ പറയുന്നത്. ഇതും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സീബ്ര സ്ട്രൈപ്ഡ്, വെർട്ടിക്കൽ സീബ്ര സ്ട്രൈപ്സ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ nth ചൈൽഡ് nth ചൈൽഡ് ഈവനും nth ചൈൽഡ് ഈവനും. ഓക്കെ, TD ഉണ്ട്, അതായത് ടേബിൾ ഡേറ്റയിലെ nth ചൈൽഡ്. nth ചൈൽഡ് ഈവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3 4 4th TD എന്ന് പറയുന്നത് ഇവിടെയും ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. അതേപോലെ ഹെഡറിന് nth ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡറാണ്, ഇതൊക്കെ ഹെഡറാണ്. അതിൻ്റെ ഈവനിന് നമ്മൾ ഈ ഒരു കളറായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ട്രൈ ഇറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓഡ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വേറൊരു ടൈപ്പുള്ളൊരു സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് TD nth ചൈൽഡിന് ഓഡ് നമ്പർ, ഇവിടെ 1 ഓഡ് 2 3 4 5 അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഓഡ് നമ്പേഴ്സ്, അതായത് ഓഡ് നമ്പർ കോളം ഉള്ളതിനായിരുന്നു അതിനെ പിടിച്ചങ്ങ് സ്റ്റൈൽ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഡിഫറെൻറ്റ് സ്റ്റൈൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ടേബിൾ കോൾ ഗ്രൂപ്പ് ഉണ്ട്. കോളം ഗ്രൂപ്പ് നമ്മൾ അധികം വലിയ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിനകത്ത് നമുക്ക് ഒരു CSS പ്രോപ്പർട്ടീസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മൾട്ടിപ്പിൾ കോളം ഈ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കോൾ സ്പാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കോൾ സ്പാൻ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇത്രയും സാധനം കൊടുക്കും. കോളം സ്പാൻ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഇതിനെ മൊത്തത്തിനും പിടിച്ചങ്ങ് പിങ്ക് ആക്കി കളയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കോളം ഗ്രൂപ്പ് ചെയ്യുന്നത്. കോളം ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ അവിടെ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ടേബിൾസ്, HTML ടേബിൾസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു എലമെൻ്റ് ആണ് HTML ടേബിൾസ്. ഓക്കെ,
അടുത്തത് നമുക്ക് HTML ലിസ്റ്റ്സ് ഉണ്ട്. HTML ലിസ്റ്റ് എന്ന് പറയുന്നത് അൺഓർഡർഡ് HTML ലിസ്റ്റും അതുപോലെ ഓർഡേർഡ് HTML ലിസ്റ്റും എന്ന് പറയുന്നതാണ്. അൺഓർഡർഡ് HTML ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഐറ്റംസ് കാണിക്കും. അതായത് ഡോട്ട് വെച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് ലിസ്റ്റായിട്ട് തരും. അതിൽ അൺഓർഡർഡ് HTML ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ UL എന്ന് പറഞ്ഞൊരു ടാഗാണ്, എലമെൻറ്റ് ടാഗ്. അതാണ് അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റിനകത്തായിരിക്കും നമ്മളിവിടെ എലമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കോഫി, ടീ, മിൽക്ക് എന്ന് പറഞ്ഞാൽ 3 ലിസ്റ്റാണ്. ഇതെല്ലാം അൺഓർഡർഡ് ലിസ്റ്റാണ്. ഇപ്പോൾ ഓർഡർഡ് ലിസ്റ്റാണ് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് 1, 2, 3 ആണ് കാണിക്കണമെങ്കിൽ ഞാനിവിടെ OL എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, UL മാറ്റിയിട്ട് OL ആക്കും. OL ആക്കുമ്പോൾ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞായിരിക്കും ലിസ്റ്റായിട്ട് തരുന്നത്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലിയാണ് ഈ നമ്പർ വാലിഡേറ്റ് ചെയ്ത് തരണം. നമ്മളായിട്ട് ഇവിടെ 1 ഡോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് ഓർഡേർഡ് HTML ലിസ്റ്റ്. സോ അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഓർഡേർഡ് HTML ലിസ്റ്റ് ഉണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ രണ്ടും യൂസ് ചെയ്യണം. ഓക്കെ, എവിടെയാണോ നമുക്ക് ലിസ്റ്റ് വരുന്നത്, അതായത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വരുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ഈ UL അല്ലെങ്കിൽ OL നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ DD എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കണം. സോ ഇങ്ങനത്തെ കുറേ ഈ റെയർ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആയാലും ശരി, ഇപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ കണ്ട കോൾ ഗ്രൂപ്പ് ആയാലും ശരി, അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. പക്ഷേ ഇതൊക്കെ ബേസിക്സ് ആണ്. നമ്മൾ ഈ OL UL എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ബേസിക്സ് എലമെൻറ്റ്സ് ആണ്. സോ ഇതൊക്കെ എല്ലാം അറിഞ്ഞിരിക്കണം. ബേസിക്സ് എല്ലാം HTML നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അൺഓർഡർഡ് HTML ലിസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഓർഡർഡ് ലിസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ അൺഓർഡർഡ് ഇപ്പോൾ ഓർഡർഡ് ലിസ്റ്റിലാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുക്കാം. ഇപ്പോൾ ടൈപ്പ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ 1, 2, 3 ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ടൈപ്പ് ഈക്വൽ ടു A ആണെങ്കിൽ ABC എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ടൈപ്പ് സ്മോൾ A ആണെങ്കിൽ സ്മോൾ ലെറ്ററുള്ള ആൽഫബറ്റ്സ് ആയിരിക്കും നമ്മൾ ഓർഡർ കാണിക്കുന്നത്. I എന്ന് പറഞ്ഞാൽ അപ്പർ കേസ് റോമൻ നമ്പേഴ്സ് കാണിക്കും. അതുപോലെ തന്നെ ലോവർ കേസ് റോമൻ നമ്പേഴ്സ് കാണിക്കും. ഇപ്പോൾ ട്രൈ യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 1 മാറ്റിയിട്ട് ഇവിടെ A കൊടുക്കുകയാണെങ്കിൽ ഡീഫോൾട്ട് OL എന്ന് പറയുന്നത് OL ടൈപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമുക്ക് വേറെ ആൽഫബറ്റിക് ഓർഡറിലാണ് വേണമെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം ആട്രിബ്യൂട്ട്. ഇവിടെ റൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്മോൾ ലെറ്ററുള്ള ലെറ്റേഴ്സാണ് ഇവിടെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഓക്കെ, പിന്നെ നമുക്ക് അതർ ലിസ്റ്റ് നോക്കാം. അതർ ലിസ്റ്റ് എന്ന് പറയുന്നത് DL ടാഗ് ഡിഫൈൻസ് ദ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്, DT ടേം നെയിം DD. ഓക്കെ, സോ ഇത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റാണ്. നമ്മൾ OL UL അല്ലാതെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UL OL നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എല്ലാ എലമെൻറ്റ് ലിസ്റ്റ് ഐറ്റമാണ്. ഈ ULനകത്ത് വരുന്ന സാധനമാണ് LI വരുന്ന. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ UL OL ഈ ഒരു 2 അൺഓർഡർഡ് ലിസ്റ്റും ഓർഡർഡ് ലിസ്റ്റും മെയിനുള്ള സാധനമാണ്. അതുപോലെ div എലമെൻറ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് div എലമെൻറ്റ് എന്ന് പറയുന്നത്. div element is by default a block element ആണ്, meaning that it takes all available width and comes with line breaks before and after. Okay, lorem ipsum I am a div $sit amit എന്ന് പറയുന്നത് നമ്മൾ ഡിവിന് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, I am a div എന്ന് പറയുന്നത് ഇതൊരു ആക്ച്വലി ഈ കണ്ടന്റ് div എലമെന്റ് അകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ div എലമെന്റിന് നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുത്താൽ ഇതിന് മാത്രമേ അപ്ലൈ ആവത്തുള്ളൂ, ബാക്കി എല്ലാത്തിലും അപ്ലൈ ആവത്തില്ല. ഓക്കെ, div എന്ന് പറയുന്നത് നമുക്ക് കണ്ടെയ്നറായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഡിവിനകത്തായിരിക്കും നമ്മുടെ കുറേ എലിമെന്റ്സ് കാണും. സോ അതൊരു കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാനും പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവിൻ്റെ അകത്താണ് നമ്മുടെ കണ്ടൻസ് ഒക്കെ ഉള്ളത്. ഓക്കെ, ഈ H2 കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി അതിനകത്ത് എലമെന്റ്സ് ഇൻക്ലൂഡഡ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ 3 എലമെന്റ്സ് ഉണ്ട്. ആ 3 എലമെന്റ്സിനെ റാപ്പ് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡിവാണ്. ആ ഡിവിന് നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ ഒരു കളർ പറഞ്ഞു കൊടുക്കുക.
അപ്പം അങ്ങനെ കളർ പറഞ്ഞു കൊടുത്താൽ ഈ മൊത്തത്തിലങ്ങ് കളറിനങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, അപ്ലൈ ആവും. ഇത് ആക്ച്വലി ഇത് മൊത്തത്തിൽ ഇതെല്ലാം ഡിവ് എലമെൻറ്റിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഡിവ് എലമെൻറ്റിനെ പിടിച്ചങ്ങ് നമുക്ക് സ്റ്റൈല്, അതായത് വിഡ്ത്തും പറഞ്ഞു കൊടുക്കാം, അതുപോലെ മാർജിൻ പറഞ്ഞു കൊടുക്കാം, പിന്നെ ടെക്സ്റ്റ് അലൈൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം, എവിടെയാണ് ഇത് സെൻറ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ മൊത്തം എലമെൻറ്റ്സ് പിടിച്ചങ്ങ് സെൻറ്ററിലോട്ട് ആക്കി വെക്കും. ഓക്കെ, അതാണ് ഡിവിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു യൂസേജ് എന്ന് പറയുന്നത്. സോ ഡിവ് എലമെൻറ്റ്സ് ആക്ച്വലി ഒരു കണ്ടെയ്നറായിട്ടും ഒരു ബിഹേവ് ചെയ്യും. ഓക്കെ, ആ ഡിവ് എലമെൻറ്റിനകത്ത് പല എലമെൻറ്റ്സും വരാം, പല കണ്ടൻസും വരാം. ഓക്കെ, സോ അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ഓരോ ഡിവിനും അല്ലെങ്കിൽ ആ ഡിവിൻ്റെ എലമെൻറ്റിനും നമ്മൾ എന്താണോ സ്റ്റൈൽ കൊടുക്കുന്നത് അതിനകത്തുള്ള എന്തൊക്കെയുണ്ടോ അതിനെ പിടിച്ചങ്ങ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും. ഓക്കെ, സോ ഇതൊക്കെ എല്ലാം ഒരു ഡിവ് എലമെൻറ്റിനകത്താണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഫ്ലോട്ടാണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ടെക്സ്റ്റ് ഫ്ലോട്ട് വേണ്ടിയാണ്. അത് ഫ്ലോട്ട് ലെഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിനെ പിടിച്ച എല്ലാത്തിലും ലെഫ്റ്റ് ആക്കി കളയാം. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ ഇൻലൈൻ ബ്ലോക്ക് ഉണ്ട്, ഫ്ലെക്സ് ഉണ്ട്, ഗ്രിഡ്. സോ ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, റെഫർ ചെയ്ത് നിങ്ങൾ പ്രോജക്റ്റിനകത്ത് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അടുത്ത നമുക്ക് ക്ലാസ്സസും ഐഡിയ ആണ്. അതൊക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.